വെൽക്കം ടു മല്ലു ട്രാവലിക്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ നല്ല മഴയാണെന്ന്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുട പിടിച്ചിട്ട് വഴിയിൽ കൂടെ നടക്കുകയാണ്. എന്താ പറയുക, ഇവിടെ മഴ എന്ന് പറയുന്നത് കൂടിപ്പോയ 10-15-20 മിനിറ്റ് നേരമാണ് മാക്സിമം പെയ്യുകയുള്ളൂ. അത്ര വലിയ മഴയോ കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ഒരു അടാറ് മഴയായിരിക്കും. അതുപോലെ തന്നെ കാലത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ വരുമ്പോൾ, കാരണം ഇവിടെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ KSEB ജീവനക്കാർക്ക് അധികം ജോലിയില്ല. കാരണം കാലത്ത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ മഴയൊക്കെ പോയി എല്ലാം സെറ്റായതിനു ശേഷമാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഷോക്ക് അടിച്ച് മരിച്ചു അങ്ങനത്തെ കേസുകളൊക്കെ വളരെ റെയറായിട്ടാണ് കാണുന്നത്. കാരണം ഇത്രയും ഒരു പ്രിവെൻഷൻ അവർ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ റോഡുകളിലെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. കാരണം ഇതൊരു താഴ്ന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതായി കാണാം. വഴിയിൽ മൊത്തം വെള്ളം കെട്ടി നിൽക്കുന്നതായി കാണാം. എന്താ പറയുക, അതുപോലെ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇവിടെ മഴയുടെ അളവ് കുറവാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ അതാണ് ഇവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ നമ്മുടെ നാട്ടുകാർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, കേരളക്കാർ. കാരണം ആർട്ടിഫിഷ്യൽ പോണ്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഇവർ കൃഷികളെല്ലാം ചെയ്യുന്നത്. ഇവൻ മഴയില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ പോണ്ടുകളിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരിക്കും. ഈ വെള്ളം അവർ സംഭരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസം കൂടുമ്പോൾ തന്നെ ഇവർ പലതരം കൃഷി രീതികൾ പയറ്റിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ കൃഷിക്കാരുടെ ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ഈ വില്ലേജ് ഏരിയ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ കൃഷികൾ മെയിൻ ചെയ്യുന്നത് കൊണ്ടും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അധികം ഉണ്ടാകാറില്ല. കാരണം ഇവർ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. കാരണം എവിടെ വെള്ളം കെട്ടി നിന്നാലും പരമാവധി ഇവർ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ വില്ലേജ് ഏരിയയിൽ നിന്നും നമ്മൾ സിറ്റി ഏരിയയിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, കുറേ കാനകൾ കാണുവാനായിട്ട് സാധിക്കും ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം പോകുവാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഒരു മഴ വരും മുമ്പ് തന്നെ ഇവർ മനോഹരമായ കാനകൾ ഉണ്ടാക്കി വെക്കും. അതിൽ കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ കണ്ടത് വേറൊരു കാഴ്ച എന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ കാനകളിൽ ഇവർ മീൻ വളർത്തുന്നതായിട്ട് കാണാം. അത് എന്താ പറയുക, അത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു കാഴ്ചയാണ്. കാരണം ഈ ഗപ്പി അങ്ങനത്തെ മീനുകളുണ്ടല്ലോ, അത് ഇവരെ ഈ കാനകളിൽ വെള്ളം സംഭരിച്ച് വെക്കും. വെള്ളം സംഭരിച്ച് വെച്ചിട്ട് അതിൽ മീനുകളെ വളർത്തും. അത് നല്ലൊരു കാഴ്ചയാണ്. കാരണം അതൊരു 100 മീറ്റർ ഒന്നും ആവില്ല, ഒരു ലോങ് ലെങ്തിലായിരിക്കും അവരത് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ അതിന് വെള്ളത്തിൻ്റെ ശല്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ബോർവെല്ലാണ് ഇവർ ഉപയോഗിക്കുന്നത്. കിണറൊക്കെ ഉപയോഗിക്കുന്ന ഫാമിലീസ് 1-2 ഫാമിലീസോ മാത്രമാണ്. ബോർവെല്ലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജനങ്ങൾ. പിന്നെ ബോർവെൽ കുത്തിയാലും വെള്ളം കിട്ടണമെന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ നഗര ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ശല്യം ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം അങ്ങനെ അധികം ഞാൻ വിഷമിക്കണ കണ്ടിട്ടില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ വെള്ളത്തിനായിട്ട് വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ നമ്മുടെ കേരളവും ഇവിടെയും തമ്മിൽ വെച്ച് ചെറിയൊരു കമ്പാരിസൺ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ കനാൽ സംവിധാനം അത് നല്ലൊരു സിസ്റ്റമാണെന്ന് എനിക്ക് തോന്നി. കാരണം മഴ പെയ്യും മുമ്പ് തന്നെ ഇവർ നല്ല രീതിയിൽ കനാലുകൾ നോക്കി നടത്തുന്നു. പിന്നെ വേറെ ഒരു കാര്യം എന്നുള്ളത്, മഴ വരും മുമ്പ് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയെല്ലാം അവസാനിപ്പിക്കും. മഴയ്ക്ക് മുമ്പ് എല്ലാം ചെയ്തിരുന്ന എല്ലാ കൃഷിയും ഇവർ അവസാനിപ്പിച്ച് വിളവൊക്കെ എടുത്ത് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇവർ ചെയ്യുന്നത് ആ കൃഷിയുടെ മൊത്തം ക്ലീനാക്കി എല്ലാം കൂടി കൂട്ടിക്കത്തിക്കും. എല്ലാ വേസ്റ്റും കൂടി കൂട്ടിക്കത്തിക്കും. ഇതാണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. രണ്ടാമത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഈ ഒരു നിലം ഇവർ ഉഴുത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലാക്കും. എന്നിട്ട് ഇവർ വിത്തിറക്കും. മഴയ്ക്ക് മുമ്പ് വിത്തിറക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഇത് പ്രിപ്പയർ ആവും. അത് കഴിഞ്ഞിട്ട് ഇവർ വിളവെടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു 6 മാസത്തേക്കുള്ള
പ്ലാനിങ് ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനിടയിൽ ചെറുവക കൃഷികൾ ഇവർ ഇറക്കിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലല്ല ഇവർ കൃഷി ഇറക്കുന്നത്. വലിയൊരു കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിരുന്നു, വലിയ സ്പേസിലാണ് ഇവർ കൃഷി ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ അതിനുള്ള വെൽ സെറ്റപ്പ്, കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഇവർക്കുണ്ട്. കാരണം കർഷകർക്ക് നല്ലൊരു സപ്പോർട്ട് ഇവിടുന്നുണ്ട്. അതുപോലെ സോളാർ സിസ്റ്റം, സോളാർ ഇവിടുത്തെ പാവങ്ങൾക്കൊക്കെ ഒരുവിധം എല്ലാവരുടെ വീടുകളിലും ഈ സോളാർ സിസ്റ്റം ഉണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ് അത്. അതുപോലെ കൃഷിക്ക് അവർ ഉപയോഗിക്കുന്ന സോളാർ സിസ്റ്റം. അതുപോലെ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടൊരു വ്യൂ ആണ് മോട്ടർ അവർ സോളാറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സോളാർ ഓട്ടോമാറ്റിക് മോട്ടറാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓട്ടോമാറ്റിക് നമ്മുടെ ഈ പഞ്ചായത്ത് കുടിവെള്ള സംവിധാനമാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കയറും. അതുപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അത് സോളാറിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി. കാരണം അത് നമ്മുടെ അവിടെയൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാഴ്ചയാണ്. ഇപ്പോൾ മഴയ്ക്കൊന്ന് ശമനം കിട്ടിയിട്ടുണ്ട്. കുട ഞാൻ ചുരുക്കി, കാരണം അതാണ് ഒന്നുകൂടെ ഫ്ലെക്സിബിള്. അതാണ്. പിന്നെ സോളാറിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് ഇവരെ എല്ലാ വീട്ടുകാരും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കൃഷികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലാവണ്ട. കാരണം അവർക്കുള്ളൊരു വരുമാനം അവർ തന്നെ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ മുളക് കൃഷി, അവർ മുളക് ഉണ്ടാക്കുന്നു, മഞ്ഞൾ, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, അങ്ങനെ പല പല കൃഷി രീതികളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അവരുടെ വീടുകളിൽ. ഞാൻ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അവർ അവരുടെ കൃഷി ഇനങ്ങൾ അവർ വിൽക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴാഴ്ച അവർ മാർക്കറ്റിൽ അത് കൊണ്ടുവരും. മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അത് വിൽക്കും. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കൃഷി ചെയ്ത ഐറ്റംസ് അവർ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും അതുപോലെ എല്ലാവിധ ഡ്രസ് ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ ചിലവിലാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയാൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടും. വയറ് നിറയെ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടും. അതാണ് ഇവിടുത്തെ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവർ ഈ കാട് ഏരിയാസ്, ഫോറസ്റ്റ്, അതുപോലെ എന്താ പറയുക, അങ്ങനത്തെ ഏരിയാസൊക്കെ ഇവർ പ്രിസർവ് ചെയ്യും. അതായത് സംഭരിച്ച് വെക്കും, ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ഇത് ആദിവാസി മേഖലകളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദിവാസി ജനങ്ങൾ ഇവിടുത്തെ ഏരിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരിക്കലും നശിപ്പിക്കില്ല. കാരണം ഇവരുടെ എന്താ പറയുക, വളർച്ച, അതുപോലെ കാടിൻ്റെ മക്കളാണ് ഇവർ. കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ചേട്ടൻ കൃഷി ഇറക്കുന്നതായിട്ട് ഞാൻ കാണിച്ചിരുന്നു. ഇതാണ് ആ ചേട്ടൻ്റെ സ്ഥലം. അവിടെ ചെടികളെല്ലാം മുളച്ച് വരുന്നതായിട്ട് കാണാം. വിത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്ന കുഞ്ഞു ചെടികൾ മുളച്ച് വരുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഇവർ വിത്ത് ഇറക്കും. അത് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുളച്ച് വരും. എന്നിട്ട് പിന്നെ ഒരു 3-4 മാസത്തെ ഉള്ളിൽ അത് സെറ്റായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അരിയാണ് നെല്ല് ആണ് ഇട്ടിട്ടുള്ളത് തോന്നുന്നു ആ ചേട്ടൻ. അപ്പോൾ ഈ നെല്ല് ആയിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ഞാൻ കമ്പനികൾ കാണിച്ചു തന്നിരുന്നു. ആ കമ്പനിയിലേക്ക് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ശേഖരിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ അവർ അതിന് വേണ്ട പൈസ തിരിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ള് കാടേരിയാണ്, ഫുള്ള് കാടാണ്, നിശബ്ദതയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ വയലൻ്റ് അല്ല, മീൻസ് ഫുൾ ഹറിബറി കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുൾ സൈലൻ്റ് ആണ്. മൊത്തത്തിൽ ഒരു നിശബ്ദതയാണ്. ഈ നിശബ്ദതയെ സ്നേഹിക്കുന്നവർക്ക് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്ഥലമായിരിക്കും. കാരണം അവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ എന്താ പറയുക, സൈലൻറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഏരിയ ആയിരിക്കും. വയലൻ്റ് ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്നത് ഭയങ്കര ബഹളം വെച്ച് നടക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ സിറ്റി ഏരിയാസിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്.
ഇവിടെ സൈലന്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബഹളമൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളെ നോക്കിയെന്ന് വരാം. അതുപോലെ നാട്ടുകാർ ഒരു ഏതോ ഒരു നികൃഷ്ട ജീവി എന്നുള്ള പോലെ നോക്കണ പോലെ നോക്കും നമ്മളെ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതൊരു സൈലന്റ് ഏരിയ ആണ്. കാരണം ഇവിടെ അങ്ങനെ വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമേനെ പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. നല്ലൊരു ഒത്തൊരുമയാണ് ഇവിടുത്തെ ജനങ്ങൾ. ആർക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ എന്താ പറയുക, നീ നന്നാവണത് ഞങ്ങൾക്ക് കണ്ടുവിടാമെന്ന് പറയണ പോലെയല്ല. കാരണം എല്ലാവരും തമ്മിൽ നല്ലൊരു പണ്ടത്തെ നമ്മുടെ കൊച്ചു കേരളമില്ലേ, പണ്ടത്തെ ഒരു സംസ്കാരം, ഒരു 80s അങ്ങനത്തെ ഒക്കെ ആ ഒരു കൾച്ചറാണ് ഇവിടെ. എല്ലാവരും നല്ലൊരു യൂണിറ്റി കാണാം എല്ലാവരും തമ്മിൽ. അതുപോലെ തന്നെ എന്താ പറയുക, ഗവൺമെൻറ് തമ്മിലാണെങ്കിലും ഗവൺമെൻറ്റിനായിട്ട് ജനങ്ങൾ നല്ല സപ്പോർട്ടാണ്. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിൽ നല്ലൊരു സ്നേഹം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കുകൾ എന്താ പറയുക, ഗവൺമെൻറ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ ജനങ്ങളോട് ചേർന്നിട്ട് നടക്കുന്നതായിട്ട് കാണാം. ഇനി അതുപോലെ പറ്റുന്ന കാണുന്ന വീഡിയോസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക ഒരു കൃഷി രീതി സംബന്ധമായിട്ടുള്ള വീഡിയോസ്. പിന്നെ ഇവിടുത്തെ വെള്ളം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആരും വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കുന്നില്ല. കാരണം വെള്ളം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് വെള്ളത്തിന് വേണ്ടി ഇവർ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ പരമാവധി ഒരു വെള്ളം പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ പാവപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ജോലി ഇല്ലാത്തവരൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു കാടുകളിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ചില്ലകളും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവർ വിറകനായിട്ട് കൊണ്ടുപോകും. അതുപോലെ ഈ മരങ്ങളിൽ കാണാലോ ഫ്രൂട്ട്സുള്ള പഴങ്ങളുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇവിടുന്ന് കുറച്ചാട് നീങ്ങിക്കഴിഞ്ഞാലൊക്കെ കാണാം മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ആ പഴങ്ങളൊക്കെ അവർ പൊട്ടിച്ചതിന് കാരണം ഇത് പ്രൈവറ്റ് വ്യക്തികളുടെ ഏരിയാസാണ്. എന്നിരുന്നാലും ചിലത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എന്നിരുന്നാലും തന്നെ ജനങ്ങൾക്ക് ഫുൾ അധികാരമാണ്. ഇവിടെ ആരും വേലി കെട്ടി പൂട്ടി എന്താ പറയുക നായ്ക്കളൊന്നും പിടിച്ച് വളർത്തുന്നൊന്നുമില്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആദ്യം വേണമെങ്കിലും ഫ്രീ ആയിട്ട് കിടക്കാം, കയറി എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇവിടേക്കൊക്കെ വീണ്ടും നഗരവൽക്കരണം എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 10-15-20 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാലും അപ്പം ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ ഒരു കൾച്ചറിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നഗരവൽക്കരണം വരുന്നത്. അപ്പോൾ പരമാവധി ഇപ്പോഴേ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഫാക്ടറികൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു തലയിൽ നിന്ന് ഈ ഒരു വില്ലേജിൻ്റെ. കാരണം മുതലാളിമാരൊക്കെ ഈ ഒരു ഇതിനെപ്പറ്റി അറിയുകയും ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി പഠിക്കുകയും പിന്നെ അവിടെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും വലിയ ഫാക്ടറികൾ ഉള്ളതും അല്ല വലിയ വലിയ ഫാക്ടറികൾ കമ്പനികളൊക്കെ ഉള്ളതിന് കാരണം അതാണ്. കാരണം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വില്ലേജുകളുടെ നടുവിൽ കൊണ്ടുപോയിട്ട് ഇവർ ഓരോ ഫാക്ടറികൾ വെക്കും. കാരണം അവിടുത്തെ ജനങ്ങൾ ആരും പ്രതികരിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. കാരണം അത് ഉപകാരമുള്ളതാണെന്ന് പറയും ഗവൺമെൻറ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെന്നൊക്കെ പറയുന്നിരുന്നാലും ആരും പ്രതികരിക്കാനോ മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേസ്റ്റ് തന്നെ ഒരു ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആരും പ്രതികരിക്കാനൊന്നുമില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര പാവപ്പെട്ട ജനങ്ങളാണ്. പിന്നെ ആരും അങ്ങനെ ക്രൂരതയ്ക്കൊന്നും നിൽക്കൊന്നുമില്ല ഇവിടെ. എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഫാക്ടറികൾ വരുന്നുണ്ട്, നല്ല രീതിയിൽ നടക്കുന്ന കുറേ ഫാക്ടറികൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട് ഇവിടെ. അത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെന്താ പറയുക, കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. കാരണം എൻ്റെ വണ്ടി കഴിഞ്ഞ മാസം കൊടുത്തു. കാരണം റെൻറ്റിനായിരുന്നു വണ്ടി. അതുകൊണ്ടാണ് ഈ നടന്നിട്ടുള്ള വീഡിയോസ് ഏറ്റവും കൂടുതൽ വരുന്നത്. നടന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ ഏർപ്പെടുത്തുന്നത് വീഡിയോസ്. കാരണം വണ്ടി കഴിഞ്ഞ പ്രാവശ്യം റെൻറ്റിന് വാങ്ങിച്ച് കൊടുത്തു. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി ബസ് കിട്ടിക്കഴിഞ്ഞാൽ ബസ്സിൽ പോയിട്ടുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മല്ലു ട്രാവലിങ്സ്. താങ്ക് യു.